മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും സാബുമാനും അതേപോലെ തന്നെ ഒനിയിൽ അഭിലാഷ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അഭിലാഷാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒനിയിലും അതേപോലെ തന്നെ ജിസയിലും വരണ്ടാന്ന് ഒനിയിലിൻ്റെ മുഖത്ത് നോക്കി അനുമോൾ അത് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കിച്ചണിൽ തോന്നിയ സമയത്ത് പാൽച്ചായ ഉണ്ടാക്കി കുടിക്കുന്നതാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അഭിലാഷ് അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അനുമോളാണ് അത് പറയുന്നത്. അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട്, നമുക്കത് ചായ ഇടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് എപ്പോഴും അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? ഞാൻ വന്നതിന് ശേഷമാണ് ചായ ഇട്ടേന്ന് പറയുന്നുണ്ട്. പല സാധനങ്ങളും അവരെടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നൊക്കെയുണ്ട്. ഇത് ബിഗ് ബോസ് വീടാണ്. എല്ലാവർക്കും ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പലരും മോഷ്ടിച്ച് തിന്നുന്നതും കൊണ്ടാണ് അതെടുത്ത് മാറ്റി വെക്കുന്നതെന്നാണ് ജിസേൽ പറയുന്നത്. പക്ഷേ ജിസേലിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഒനിയിൽ അതിന് എതിരെ ജിസേലിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒനിയിൽ സംസാരിക്കുന്നത്. അവർ ചായ ഇട്ട് കുടിക്കുന്നെങ്കിൽ അവരിട്ട് കുടിക്കട്ടെ എന്ന്. അപ്പോൾ അഭിലാഷ് പറയുന്നത്, നമ്മളൊരു ക്യാപ്റ്റനായി വരുന്ന സമയത്ത് അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ തോന്നിയ സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നമ്മൾ പറയണം. അതേപോലെ തന്നെ അനുമോൾ പറയുന്നുണ്ട്, ചായ ഇട്ട് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിക്കുന്നവരെന്നാൽ കുടിച്ചോട്ടെ, കുടിച്ച് കഴിഞ്ഞാൽ ആ പാത്രമെങ്കിലും ഒന്ന് കഴുകി വെക്കാനുള്ള മര്യാദ അതുപോലും അവർ കാണിക്കുന്നില്ല. അത് അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. അത് കഴുകാൻ വേണ്ടി മറ്റുള്ളവർ വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതെങ്കിലും ചെയ്യിപ്പിക്കണം. അപ്പോൾ ഒന്നീൽ ഞാൻ എന്താണെങ്കിലും കുടിച്ചത് ഞാൻ കഴുകുന്നുണ്ട്. അഭിലാഷ് പറയുന്നുണ്ട്, ഞാനും കുടിക്കുന്നത് ഞാനും കഴുകുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ കുടിച്ചത് ഞാൻ കഴുകുന്നുണ്ട് എന്ന്. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുമ്പോൾ ഒനിലിന് താല്പര്യമേ ഇല്ല. ജിസേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഒനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾക്ക് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട്. അനുമോൾ ഇങ്ങനെ ഒനിയിൽ എപ്പോഴും ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ, ഓ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാറി സാബുമോൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടിഷ്യൂ പേപ്പർ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ, അത് നിലത്തിട്ടിട്ട് പോകേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇവിടെ പല കാര്യങ്ങളും വളരെ മോശമായിട്ടാണ് നടക്കുന്നത്. ബാത്റൂമിൻ്റെ കാര്യമാണെങ്കിലും ശരി, പെൺകുട്ടികൾ വരെ ഇവിടെ ചെയ്യുന്നത് അത്രയ്ക്ക് മോശമായ കാര്യങ്ങളാണ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഇന്നേഴ്സ് വരെ അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് വരുന്നത്. ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ നമ്മളെല്ലാവരും 4 ബാത്റൂം യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പലരും ഇതിൽ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട്, അതുപോലും ഇവർ നോക്കുന്നില്ല. അതേപോലെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കത്തില്ല, ഒന്നും തന്നെ ചെയ്യാറില്ല. ഞാനതിനു വേണ്ടി കളിയാക്കി ഇവിടെ ഓരോന്നൊക്കെ ഞാൻ ഇവിടെ പലരെയും പറയാറുണ്ട്, കുളിക്കില്ല നനയ്ക്കൂല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും കേട്ടിട്ടൊന്നും അവർക്കൊരു കൂസലുമില്ല. ഇവിടെ എല്ലാവരും തോന്നിയതുപോലെയാണ്. ഒരു ചെറിയ പിള്ളേർക്ക് പോലും അതിനെക്കുറിച്ചുള്ളൊരു ബോധമുണ്ട്. പക്ഷേ ഇവിടെ വലിയവർക്കാണ് ഒട്ടും ബോധമില്ലാത്തതെന്നാണ് അനുമോൾ പറയുന്നത്.